ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഡ്രൈ ഫ്രൂട്ട് സോക്കിംഗ് റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം. ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മിക്സഡ് ഫ്രൂട്ട് ജാം എടുത്തിട്ടുണ്ട്. കുറച്ച് ഒരു 4 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ ഒരു 3 ടേബിൾ സ്പൂണൊക്കെ മതിയാവും. ചെറി കട്ട് ചെയ്തത്, ടൂട്ടി ഫ്രൂട്ടി 2 കളറാണ് എടുത്തിട്ടുള്ളത്, ഉണക്കമുന്തിരി കറുപ്പാണത്, പിന്നെ സുൽത്താന ഇതും, പിന്നെ ഓറഞ്ച് ജ്യൂസിലാണ് നമ്മളിത് സോക്ക് ചെയ്യണത്. അപ്പോൾ ആദ്യം അടുപ്പ് കത്തിച്ചിട്ട് നമുക്ക് കാരമൽ ഉണ്ടാക്കാം. കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1 കപ്പ് പഞ്ചസാരയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇതേ സമയം തന്നെ നമുക്ക് അടുത്ത സ്റ്റൗവിൽ കുറച്ച് വെള്ളം ചൂടാക്കാൻ വെക്കാം. ഓറഞ്ച് ജ്യൂസ് എടുത്തിട്ടുണ്ട്. നമ്മൾ കാരമൽ ചെയ്താൽ ഇവിടെ ഇങ്ങനെ കളറ് മാറി തുടങ്ങിയിട്ടുണ്ട്. ഇത് നല്ലോണം ഒന്ന് മെൽറ്റായി നല്ലൊരു ഗോൾഡൻ കളറായിട്ട് കിട്ടണം. ഇത് മെൽറ്റായി കൊണ്ടിരിക്കുന്നു. നല്ലൊരു കളറ് വരണം. നല്ല കളറ് വന്നിട്ടുണ്ട്, നല്ല ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ തിളച്ച വെള്ളം 1 കപ്പ് അളവിൽ തിളച്ച വെള്ളം ചേർത്ത് കൊടുക്കാം. വെള്ളം തിളച്ചിട്ടുണ്ട്. ഒന്ന് മാറി നിന്നിട്ട് വേണം ഒഴിച്ചു കൊടുക്കാൻ, അല്ലെങ്കിൽ മേലേക്ക് തെറിക്കും. പിന്നെ ഇതൊന്ന് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒന്ന് തിളക്കുമ്പോൾ ഈ കട്ടയൊക്കെ ഒന്ന് മെൽറ്റായിക്കോളും. ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ച ഓറഞ്ച് ജ്യൂസ് മിക്സിൻ്റെ ജാറിലിട്ട് അരിച്ചെടുത്തതാണ്. ഓറഞ്ച് വെള്ളം ചേർക്കാതെ. അപ്പം അങ്ങനെ തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. നല്ല മധുരമുള്ള ഓറഞ്ച് ആണെങ്കിൽ ഏറ്റവും നല്ലത്. പിന്നെ ഇതിലേക്ക് നമ്മൾ ജാം ഇട്ട് കൊടുക്കാം. ഒരുപാടൊന്നും വേണ്ട. ഇതിനങ്ങനെ പ്രത്യേകിച്ച് കണക്കൊന്നുമില്ല കേട്ടോ. നമുക്ക് ഇഷ്ടമുള്ള അത്രയും ഇട്ട് കൊടുക്കാം. ഇതിൽ പാകത്തിന്, ഈ ഒരു ഓറഞ്ച് ജ്യൂസിന് പാകത്തിന് ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ഇട്ട് കൊടുക്കാം. കാഷ്യൂ, ആൽമണ്ട്, ഡേറ്റ്സ് ഒക്കെ വേണമെങ്കിൽ കൂട്ടത്തിൽ ഇട്ട് കൊടുക്കാം. ഞാൻ ഉണക്കമുന്തിരി കറുപ്പും വെള്ളയും പിന്നെ ചെറി, ടൂട്ടി ഫ്രൂട്ടി ഇത്രേ എടുത്തിട്ടുള്ളൂ. ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് എല്ലാ ഡ്രൈ ഫ്രൂട്ട്സും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ ഫ്രൂട്ട്സ് ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ നന്നായിട്ടൊന്ന് തിളപ്പിച്ച് വറ്റിച്ചെടുക്കാം. ഈ ചെറിയൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് വരണം. ഈ ഫ്രൂട്ട്സ് ഒക്കെ ഇതിലിങ്ങനെ മുങ്ങി നിൽക്കണം. അതുവരെ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇത് ഒരു 3 മാസത്തോളം പുറത്ത് തന്നെ കേടുവരാതിരിക്കും കേട്ടോ. ഫ്രിഡ്ജിലും സൂക്ഷിക്കാം. 1 കൊല്ലത്തോളമൊക്കെ ഫ്രിഡ്ജിലിരിക്കും. നല്ലോണം ഒന്ന് തിളപ്പിച്ച് വറ്റിച്ചെടുക്കാം. ഇത് ചേർത്ത് പ്ലം കേക്ക് ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ അടുത്ത് തന്നെ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ അതാ തിളച്ച് വറ്റിയിട്ടുണ്ട്. കുറച്ച് നീര് അതിലുണ്ടായിക്കോട്ടെ, അത് നമുക്ക് കേക്കിന് ആവശ്യമുണ്ട്. ഇതിനെ ഓഫ് ചെയ്യാം. അപ്പോൾ ഫൈനൽ ലുക്ക് വന്നിട്ടുള്ളത് ഇങ്ങനെയാണ്. അപ്പോൾ ഈ നീരൊന്നും കൂടെ ഇരുന്ന് തണുക്കുമ്പോൾ ഒന്ന് വറ്റി വരും. അപ്പോൾ ആ ഒരു ജ്യൂസ് നമുക്ക് പ്ലം കേക്കിൻ്റെ മുകളിൽ ഒന്ന് അപ്ലൈ ചെയ്യാം. വീണ്ടും അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബൈ, താങ്ക് യു.